ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. ടർബോ മമ്മൂക്കയുടെ പടം വൈശാഖ് ഡയറക്ഷനിൽ മിഥുൻ മാനുവൽ തോമസ് റൈറ്റ് ചെയ്ത സിനിമ. അപ്പൊ സിനിമയ്ക്ക് വന്ന എക്സ്പെക്ടേഷൻ ഒക്കെ ആയിരുന്നു. കാരണം വൈശാഖ് മമ്മൂട്ടി കോംബോ പിന്നെയും ഒന്നിക്കുന്നു. അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ കൊണ്ട് തന്നെ വന്ന എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഞാനും എക്സ്പെക്ടേഷനോട് കൂടെ തന്നെയാണ് ഉള്ളിൽ കയറി പോയത്. ട്രെയിലർ എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും ഞാൻ സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ എന്നെ നിരാശപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നിരാശപ്പെടുത്തി. കാരണം ഞാനൊരു എന്താ പറയാ, മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് വെച്ച് എക്സ്പെക്ട് ചെയ്തത് ഒരുപാടായിരുന്നു. പക്ഷെ ഇതൊരു സാധാരണ ടെംപ്ലേറ്റിൽ വരുന്ന ഒരു മാസ് മസാല ആക്ഷൻ എന്റർടൈനർ, പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട സ്റ്റോറിന്ന് നമ്മൾ ഇതുവരെയും കണ്ടുവന്ന സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്. തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു 100 സിനിമ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അത് തോന്നിയതിന് കാരണം മമ്മൂക്കയാണ്. കാരണം മമ്മൂക്ക ഇല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. മമ്മൂക്ക അത്രത്തോളം എഫേർട്ട് ഇട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഇന്റർവ്യൂവിൽ എന്താ പറയുന്നുണ്ടോ, എന്റെ ദേഹത്ത് അത്രത്തോളം സ്ക്രാച്ചസ് ഈ സിനിമയുടെ സ്റ്റണ്ട് സീക്വൻസ് കഴിയുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. സത്യമാണ്. കാരണം ഈ 73-ാമത്തെ വയസ്സിൽ കുറച്ചൊക്കെ CG ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ സീൻസ്, കുറെ എഫേർട്ട് ഇട്ടാണ് നമുക്ക് അതിൽ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് നല്ലപോലെ കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു വാച്ചബിൾ സിനിമയായിട്ട് തോന്നിയത്. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ സിനിമ തുടങ്ങുമ്പോൾ നമുക്കുള്ള ഇൻട്രോവും ഒക്കെ സാധാരണ എന്താ പറയാ, നമ്മൾ ഇതിനു മുമ്പ് മലയാള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ വെറുതെ ഹീറോനെ ഹൈപ്പാക്കി കൊണ്ടുവരുന്ന ഒരു ഇൻട്രോ, നോർമലായിട്ടുള്ള ഒരു ഇൻട്രോ. അത് കഴിഞ്ഞ് വന്ന് പിന്നെ സാധാരണ കഥ, എങ്ങോട്ടടാ കഥ പോകുന്നത്, എന്താ ഇത്ര ബുദ്ധിയില്ലാത്തൊരു ഹീറോ, എടുത്തു ചാടുന്ന ഒരു ഹീറോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പോലത്തെ ഒരു കഥ പോയി ഇന്റർവെല്ലിൽ അവിടെ ഒരു ട്വിസ്റ്റ്. ഇന്റർവെല്ലിന് ശേഷമാണ് കഥ ശരിക്കും ഒന്ന് ഗ്രിപ്പാവുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം ഇതിലെ കട്ട്സ് തന്നെയാണ്. പിന്നെ എന്താ പറയാ, മ്യൂസിക് അത് സൂപ്പറാണ്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ മമ്മൂക്കയ്ക്ക് നല്ലപോലെ ആപ്റ്റ് ആയതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേരുടെ ആക്ടിങ്, മമ്മൂക്കയും രാജ്ബി ഷെട്ടിയും, അവർ നമ്മൾ തകർത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മമ്മൂക്ക നമ്മളെ പിടിച്ചത് മമ്മൂക്കയാണ്. പിന്നെ ബിന്ദു പണിക്കർ, പുള്ളിക്കാരി മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി ചെയ്ത റോളും നല്ല കിടിലൻ റോൾ തന്നെയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റോളാണ്. കോമഡി ഒരു 2-3 വർക്കൗട്ട് ആയിട്ടുണ്ട്. ആക്ഷൻ ആണ് മെയിൻ. മമ്മൂക്കയുടെ ഒരു തല്ലുമാല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുറെ ആക്ഷൻ ഉണ്ട്. മമ്മൂട്ടി ഫാൻസിന് ആർപ്പ് വിളിച്ച് കാണാനുള്ള ഒരു ഐറ്റം തിയേറ്ററിനുള്ളിലുണ്ട്. പക്ഷെ സാധാരണ ഓഡിയൻസ് വിത്തൗട്ട് എന്താ പറയാ, സാധാരണ ഓഡിയൻസ് ആയിട്ട് ഒരു മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു ഫാനൊക്കെ ആയിട്ട് നിങ്ങൾ ഉള്ളിൽ കയറി നിങ്ങൾ നിരാശപ്പെടും. അല്ലാത്ത പക്ഷം ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഉള്ളിൽ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വൺ ടൈം വാച്ച് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ. പിന്നെ എനിക്കിതിൽ പറയാൻ ഉള്ളത് എന്തെങ്കിലും മോശമായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സിനിമയുടെ ആദ്യ പകുതിയും റൈറ്റിംഗിൽ ഉണ്ടായ പിഴവുകൾ എന്നല്ല, റൈറ്റിംഗ് നോർമൽ ടെംപ്ലേറ്റ് കുറവായി പോയി. പിന്നെ ഇതിലെ ഹീറോയിനായിട്ട് ചെയ്ത അഞ്ജന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, എനിക്കത് അത്രത്തോളം മുഖത്തൊന്നും അത്രത്തോളം ഒരു എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ, എന്താ പറയാ, ഒരു കാമുകൻ മരിക്കുമ്പോൾ കൂടെ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒട്ടും പോരാത്തത് പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഇതില് ഇനിയൊരു എന്താ പറയാ, ഇതൊരു സ്പോയിലർ ആവും. ഈ കണ്ടവർ മാത്രം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഇതിൽ എനിക്ക് ഇനി ഒരു പോരായ്മയായിട്ട് കൂടി തോന്നിയതെന്ന് വെച്ചാൽ ഇതിന്റെ ക്ലൈമാക്സിലെ ഫൈറ്റ് ഒന്നല്ല, ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഒരു എൻഡ് പോലെ വയ്ക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഒരു കണ്ടിന്യൂറ്റി പോലെ, ഇപ്പൊ ലോകേഷ് ഒക്കെ ചെയ്യുന്നത് പോലെ ആ ഒരു ട്രെൻഡ് ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇതിപ്പോ കണ്ടു മടുത്തു. അത്രയൊക്കെ തന്നെ ടർബോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. തീർത്തും എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഉള്ളിൽ കയറി പോയാൽ വൺ ടൈം വാച്ച്, ഒരു സാധാ നോർമൽ ടെംപ്ലേറ്റ് മാസ് മസാല ആക്ഷൻ എന്റർടൈനർ. മമ്മൂക്ക ഫാൻസിന് വേണ്ടി വേണമെങ്കിൽ ഇറക്കിയെന്ന് പറയാം. അവർക്ക് ഉറപ്പായും തിയേറ്ററിനുള്ളിൽ പോയി എൻജോയ് ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. ഒരു 8 അടി, നല്ല കിഡിലൻ അടിയുണ്ട്, കണ്ട് എൻജോയ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ടെർബോ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഒബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.